ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8259 എന്ന് പറയുന്ന ഇൻറ്ററപ്റ്റ് കൺട്രോളറാണ്. അപ്പോൾ അതിൻ്റെ ആർക്കിടെക്ചറിലെ ബ്ലോക്ക് ഡയഗ്രാം നോക്കിയേ. ഒരു ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് രജിസ്റ്റർ ഉണ്ട്, പ്രയോറിറ്റി റിസോൾവർ ഉണ്ട്, ഇൻ സർവീസ് രജിസ്റ്റർ ഉണ്ട്, ഇൻറ്ററപ്റ്റ് മാസ്ക് രജിസ്റ്റർ ഉണ്ട്, കൺട്രോൾ ലോജിക് ഉണ്ട്. പിന്നെ കൺട്രോൾ ലോജിക്കിൽ നിന്ന് മൈക്രോ പ്രോസസ്സറിലോട്ട് ഇൻറ്ററപ്റ്റ് സിഗ്നൽ ഇങ്ങോട്ട് കൊടുക്കുന്നു, മൈക്രോ പ്രോസസ്സറിലോട്ട് ഇൻറ്ററപ്റ്റ് ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നു. പിന്നെ ഇൻറ്ററപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ മൈക്രോ പ്രോസസ്സർ തിരിച്ച് ഇങ്ങോട്ട് നമുക്ക് ഇൻറ്ററപ്റ്റ് അക്നോളജ്മെൻറ്റ് തരുന്നു. പിന്നെ ഡാറ്റാ ബസ് ബഫർ, റീഡ് റൈറ്റ് ലോജിക്ക്, കാസ്കേഡഡ് ബഫർ കമ്പറേറ്റർ. നമുക്കിത് 1 by 1 ആയിട്ട് നോക്കാം. അപ്പോൾ 8259 എന്തിനു വേണ്ടിയിട്ടാണ്? 8086-ന് നോർമലി 2 ഇൻറ്ററപ്റ്റ് പിന്നുകളേ ഉള്ളൂ. അപ്പം ഒന്ന് NMI പിന്നും ഒരു INT-R പിന്നും. അപ്പോൾ കൂടുതൽ ഇൻറ്ററപ്റ്റുകൾ ഹാൻഡിൽ ചെയ്യണമെങ്കിൽ 8086-ന് കപ്പാസിറ്റി ഇല്ല. അപ്പോൾ ഇൻറ്ററപ്റ്റ് ഹാൻഡ്ലിംഗ് കപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡീഷണൽ ആയിട്ട് ഒരു ചിപ്പ് 8086-ൽ കണക്ട് ചെയ്യും. അതാണ് എന്തെന്ന് പറയുന്നത് 8259 ഇൻറ്ററപ്റ്റ് കൺട്രോളർ. നമുക്കിനി അതിനകത്ത് തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നും നോക്കാം. അപ്പം നിങ്ങൾ കണ്ടുല്ലോ ഈ ഡയഗ്രത്തിൽ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് രജിസ്റ്റർ അറ്റ് എ ടൈം ഈ ഒരു ചിപ്പ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8 IR0 മുതൽ IR7 വരെയുള്ള 8 ഇൻറ്ററപ്റ്റുകളാണ് ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് രജിസ്റ്ററിലോട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ടാവുമല്ലോ. ഓക്കെ, അപ്പം അതിന് ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് രജിസ്റ്ററിൻ്റെ ജോലി എന്ന് പറയുന്നത് ഈ വരുന്ന ഇൻറ്ററപ്റ്റുകളെ ഇൻറ്റേർണലായിട്ട് സെർവ് ചെയ്യുക എന്നുള്ള ജോലിയാണ്. പ്രയോറിറ്റി ബേസിസിൽ ഇതിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ള ജോലിയാണ്. അപ്പോൾ ഇൻറ്ററപ്റ്റുകളെല്ലാം വരുന്നത് എങ്ങോട്ടാണ് സ്റ്റോർ ആവുന്നത്? ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റ് രജിസ്റ്ററിലോട്ടായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റുകളെയും സ്റ്റോർ ചെയ്യുക എന്നുള്ള ജോലിയാണ് IRR-നുള്ളത്. അങ്ങനെ അതൊരു 8 ബിറ്റ് രജിസ്റ്ററാണ്. അപ്പോൾ അതിനകത്ത് വരുന്ന റിക്വസ്റ്റ് അനുസരിച്ചിട്ട് ആ ബിറ്റുകൾ സെറ്റാവും. ഇൻ സർവീസ് രജിസ്റ്റർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏതൊക്കെ ഇൻറ്ററപ്റ്റുകൾ ഇപ്പോൾ സർവീസ് ചെയ്തിട്ടുണ്ട് ആ ഇൻഫോർമേഷൻ കീപ്പ് ചെയ്യുന്ന ഒരു 8 ബിറ്റ് സർവീസ് രജിസ്റ്ററാണ് ഇൻ സർവീസ് രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രയോറിറ്റി റിസർവർ എന്താ ചെയ്യുന്നത്? ഈ ഇൻറ്ററപ്റ്റ് റിക്വസ്റ്റുകൾക്കുള്ള പ്രയോറിറ്റീസ് നമുക്ക് പ്രോഗ്രാം വഴി സെറ്റ് ചെയ്യുകയും റീസെറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പം സാധാരണയായിട്ട് IR0-ക്ക് ഹയസ്റ്റ് പ്രയോറിറ്റിയും ലോവസ്റ്റ് പ്രയോറിറ്റി ഏതിനാണ്? IR7-നുമാണ്. ഓക്കെ, നോർമലി ഒരു ഫിക്സഡ് പ്രയോറിറ്റി മോഡുണ്ട്. നമുക്ക് വേണമെങ്കിൽ റൊട്ടേറ്റിംഗ് പ്രയോറിറ്റി മോഡും ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ്. ഇനി ഇൻറ്ററപ്റ്റ് മാസ്ക് രജിസ്റ്റർ എന്ന് പറയുന്ന അടുത്ത ഒരു ലൈൻ നമ്മൾ കാണുന്നുണ്ടാവും. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഏതെങ്കിലും ഇൻറ്ററപ്റ്റുകളെ മാസ്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതാണ് നമ്മൾ IRR. അത് പ്രയോറിറ്റി റിസോൾവറിൻ്റെ സഹായത്തോടെയാണ് ഈ ഇൻറ്ററപ്റ്റ് മാസ്ക് രജിസ്റ്റർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇൻറ്ററപ്റ്റ് കൺട്രോൾ ലോജിക് ഉണ്ട്. ഇൻറ്ററപ്റ്റ് കൺട്രോൾ ലോജിക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇൻറ്ററപ്റ്റുകൾ വരിക, അതിന് അക്നോളജ്മെൻറ്റ് സെൻഡ് ചെയ്യുക. ഓക്കെ, അതെല്ലാം സെറ്റ് ചെയ്യുന്നത് ഇൻറ്ററപ്റ്റ് കൺട്രോൾ ലോജിക്കാണ്. ഇനി ഇൻറ്ററപ്റ്റ് കൺട്രോൾ ലോജിക്കുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആ ഫിഗർ ഒന്നുകൂടി എടുത്ത് കാണിച്ചു തരാം. ഇൻറ്ററപ്റ്റ് കൺട്രോൾ ലോജിക്കിനകത്ത് നമ്മുടെ മൈക്രോ പ്രോസസ്സറിലോട്ട് നമ്മൾ ഇൻറ്ററപ്റ്റിനെ ഫോർവേഡ് ചെയ്യാൻ പുറത്തോട്ട് ഒരു അത് മൈക്രോ പ്രോസസ്സറിലോട്ട് കണക്ഷനും തിരിച്ച് മൈക്രോ പ്രോസസ്സറിൽ നിന്ന് ഇൻറ്ററപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ചൊരു അക്നോളജ്മെൻറ്റ് സിഗ്നലും ഉണ്ടാവും. ഓക്കെ, അപ്പം ഇതെല്ലാം മാനേജ് ചെയ്യുന്നത് ഇൻറ്ററപ്റ്റ് കൺട്രോൾ ലോജിക്കാണ്. അപ്പോൾ അത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് ഡാറ്റാ ബസ് ബഫറാണ്. ഡാറ്റാ ബസ് ബഫർ എന്ന് പറയുന്നത് ഒരു ട്രൈ സ്റ്റേറ്റ് ബൈ ഡയറക്ഷണൽ ബഫറാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനുള്ള കൺട്രോൾ വേൾഡ്, സ്റ്റാറ്റസ്, ഈ ഇൻഫർമേഷൻസൊക്കെ നമ്മൾ പാസ് ചെയ്യുന്നത് ഈ ഡാറ്റാ ബസ് ബഫറിലൂടെയാണ്. എപ്പോഴും മൈക്രോ പ്രോസസ്സറിൻ്റെ റീഡ് അല്ലെങ്കിൽ റൈറ്റ് ഓപ്പറേഷൻ നടക്കുമ്പം. ഓക്കെ, അപ്പോൾ ഒരു ട്രൈ സ്റ്റേറ്റ് ബൈ ഡയറക്ഷണൽ ബഫറാണ്. കൺട്രോൾ വേൾഡ്, സ്റ്റാറ്റസ്, വെക്ടർ ഇൻഫർമേഷൻ ഇതെല്ലാം നമ്മൾ മൈക്രോ പ്രോസസ്സറിൽ ഡാറ്റാ ബഫർ വഴിയാണ് റീഡും റൈറ്റും ഓപ്പറേഷനിൽ പാസ് ചെയ്യുന്നത്. പിന്നെ റീഡ് റൈറ്റ് ലോജിക്ക് അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്തോട്ടുള്ള കമാൻഡുകൾ അക്സെപ്റ്റ് ചെയ്യാനും ഡീകോഡ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക്ക്. അപ്പം ഡാറ്റാ ബസ് ബഫറിൽ നിന്ന് ഇതിൻ്റെ കൺട്രോൾ വേർഡ് റൈറ്റ് ചെയ്യാനും റീഡ് ചെയ്യാനും ഒക്കെ വരും. സോ ആ സമയത്തേക്ക് വേണ്ടിയിട്ടാണ് അതെല്ലാം. കാസ്കേഡഡ് ബഫർ കമ്പറേറ്റർ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതിനകത്ത് 3 പിന്നുകളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് മാസ്റ്ററാക്കി വെച്ചുകൊണ്ട് ബാക്കിയുള്ളതിന് സ്ലേവ് ആക്കി വെച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ എന്ത് ചെയ്യാം, ഇൻറ്ററപ്റ്റുകളെ കൈകാര്യം കാസ്കേഡഡ് ആയിട്ട് നമുക്ക് 8259-നെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാസ്കേഡഡ് ബഫർ കമ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 3 IO പിൻസുകൾ ഉണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരെണ്ണത്തിനെ മാസ്റ്ററാക്കി വെച്ചുകൊണ്ട് ബാക്കിയുള്ളതിനെ സ്ലേവ് ആക്കി വെച്ചുകൊണ്ട് നമുക്ക് കുറേ ഇൻറ്ററപ്റ്റ് ഇങ്ങനത്തുള്ള 8259-കളെ കണക്ട് ചെയ്യാം. ചിപ്പ് സെലക്ട് സിഗ്നൽ എന്ന് പറയുന്നത് ഈ ചിപ്പിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നാണ് ചിപ്പ് സെലക്ട്. അപ്പോൾ നിങ്ങൾ ആ ഫിഗറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു CS പിന്ന് ഇവിടെ കാണുന്നുണ്ടാവും കേട്ടോ, ചിപ്പ് സെലക്ട് പിന്ന്. അത് ആക്റ്റീവ് ലോ ആണ്. അത് എനേബിൾ ചെയ്താൽ മാത്രമേ 8259-ലോട്ട് നമുക്ക് റീഡോ റൈറ്റോ പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ.
റൈറ്റ് പിന്നും ഒരു ആക്റ്റീവ് ലോ പിന്നാണ്. അത് നമുക്ക് കമാൻഡുകൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മൈക്രോ പ്രോസസ്സറിൽ നിന്ന് 8259 കമാൻഡുകൾ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൈറ്റ് പിന്ന്. ഓക്കെ, റീഡ് പിന്നെന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് ലോ പിന്നാണ്. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ 8259 സ്റ്റാറ്റസ് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുവഴിയേ മൈക്രോ പ്രോസസ്സറിന് മനസ്സിലാവത്തുള്ളൂ. ഈ D7 to D0 പിന്നെന്ന് പറയുന്നത് ഒരു ബൈഡയറക്ഷണൽ ഡാറ്റ ബസ് ഇതാണ്. അത് 8 ബിറ്റ് ഡാറ്റ അല്ലെങ്കിൽ കൺട്രോൾ വേർഡ് അല്ലെങ്കിൽ സ്റ്റാറ്റസ് വേർഡ് ഇൻഫർമേഷൻ ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ PS ബാർ എനേബിൾ പിന്നെന്ന് പറയുന്ന ഒരു പിന്നാണ്. അത് ഡ്യുവൽ പർപ്പസ് ആണ്. അത് നമുക്ക് എന്ത് വേണ്ടിയിട്ടാണ്, നമുക്ക് മാസ്റ്റർ സ്ലേവ് മോഡിൽ ഇത് വർക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ, സോ അതിന് വേണ്ടിയിട്ടാണ് ആ മോഡ്. അപ്പം ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. 8259 അല്ലെങ്കിൽ 8259 പ്രോഗ്രാമബിൾ ഇൻറ്ററപ്റ്റ് കൺട്രോളർ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിനെന്തിനാണ് സൈമൾട്ടേനിയസ് ആയിട്ട് മൾട്ടിപ്പിൾ ഇൻറ്ററപ്റ്റ് ഹാൻഡ്ലിംഗ് കേപ്പബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. താങ്ക് യു.